Thank you, Lord Jesus. Thank you, Jesus. Amen. ഏറ്റവും അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി, നല്ല പകലിനായി, ഈ വിശുദ്ധ സഭായോഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. Praise God. സഭായോഗങ്ങളെ ഉപേക്ഷയായി നാം വിചാരിക്കരുത്. നാൾ സമീപിക്കുന്തോറും നാം അധികമായി ആരാധനകളെയും സഭായോഗങ്ങളെയും ആഴമായി നമ്മൾ സ്നേഹിക്കുകയും അതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നവരാകണം എന്ന് ദൈവവചനം അനുശ്വാസിക്കുമ്പോൾ, ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കണം. മറ്റ് കാര്യാദികളിലേക്ക് നിങ്ങൾ പോകരുത്. ആഴ്ചയിൽ ഒരു ദിവസം നീ സ്വസ്ഥമായിരുന്ന് നിന്റെ ദൈവത്തെ ആരാധിക്കാനുള്ളതാണ് എന്ന ദൈവിക പ്രമാണം നിലനിൽക്കുമ്പോൾ അതിനെ അനുസരിക്കുന്ന, അതിനെ ഏറ്റെടുക്കുന്ന, എത്ര പ്രതിബന്ധങ്ങളാണെങ്കിലും, എത്ര മഴയാണെങ്കിലും, എത്ര കൊടുങ്കാറ്റാണെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ വചനത്തെ അനുസരിക്കുന്ന ദൈവമക്കളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ബഹുമാനരായ എല്ലാ കർത്തൃദാസന്മാരെയും വർഷിപ്പ് ടീമിനെയും, ഇന്ന് ആദ്യമായി ആരാധനയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെയും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളെ ഞാൻ ചോദിക്കുകയാണ്. പനിയുടേതായ അസ്വസ്ഥതകളുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അല്പമായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ അതെല്ലാം വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതും ശുശ്രൂഷിക്കുന്നതും. നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമാകാൻ, നമ്മുടെ ആത്മീയ ജീവിതം വിജയകരമാകാൻ, നമ്മുടെ കുടുംബ ജീവിതം വിജയകരമാകാൻ, നമ്മുടെ പൊതുമേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ വിജയകരമാകാൻ, നമ്മുടെ സാമ്പത്തിക മേഖലകൾ വിജയകരമാകാൻ ഈ വർഷത്തിൽ എന്തെല്ലാം നമ്മിൽ സംഭവിക്കണം, എവിടെയെല്ലാം നാം തിരുത്തപ്പെടണം, എവിടെയെല്ലാം നാം പണിയപ്പെടണം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കുറച്ച് മിനിറ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണമേ. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 12-13 വാക്യമാണ്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാക്കി, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടുമെണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മളുടെ ഇടയിൽ തമ്മിലും പരസ്പരവും ഒക്കെ ആ കർത്താവിലുള്ള സ്നേഹം വർദ്ധിച്ച് കവിയണം എന്നുള്ളതാണ്. തെസ്സലോനിക്ക സഭ അങ്ങനൊരു സഭയായിരുന്നു. കൊട്ടാരക്കര ചർച്ചും അങ്ങനൊരു ചർച്ച ആയിരിക്കാൻ ദൈവം. അതിനുവേണ്ടി നമ്മൾ സ്നേഹത്തിൽ വേരൂന്നണം. ആ വേര് ഇറങ്ങേണ്ടത് സ്നേഹമാകുന്ന ക്രിസ്തുവിലായിരിക്കണം. തെസ്സലോനിക്ക സഭയെ മറ്റുള്ള സഭകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. സഹോദരങ്ങളെ സ്നേഹിക്കുക, കരുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ഇനി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോനിയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും നിങ്ങൾ അങ്ങനെ ആചരിച്ചു വരുന്നല്ലോ. നിങ്ങൾ പ്രസംഗം എഴുതിയെടുത്തവർ മാത്രമല്ല, നിങ്ങൾ വചന ശുശ്രൂഷ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞവരല്ല. നിങ്ങൾ സ്നേഹിക്കണമെന്നും കരുതണമെന്നും പരസ്പര സ്നേഹവും ബഹുമാനവും ഉണ്ടാകണമെന്നുള്ള ആ ദൈവിക സത്യങ്ങളെ ഗ്രഹിച്ച് പ്രായോഗിക തലത്തിൽ അതിനെ കൊണ്ടുവന്ന് അതിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇനി ആ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എന്ന് തെസ്സലോനിക്ക സഭയോട് പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവർക്കും മറ്റുള്ള സഭകൾക്കും നിങ്ങൾ മാതൃകയായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ. ദൈവത്താൽ കരുതപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ കഴിയൂ. ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്നുള്ള ബോധ്യമുള്ളവർക്ക് മാത്രമേ എല്ലാവരെയും അംഗീകരിക്കാൻ കഴിയൂ. ഇന്നിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അത് തിരിച്ചറിയണം. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പറഞ്ഞേ, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട. സ്വന്തം കൈ നെഞ്ചിൽ വെച്ച് പറയൂ ബ്രദർ, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. പുറകിലിരിക്കുന്ന സഹോദരങ്ങൾ പറഞ്ഞേ, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. എല്ലാരും പറയണം, 2-3 തവണ പറയണം, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. നമ്മുടെ ഹൃദയത്തിലെ കയ്പ്, അവഗണനകൾ, റിജക്ഷൻസ്, പെയിന്, വല്ലാത്ത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരൊറ്റ പദത്തിനകത്ത് നിന്ന്, ആ ഒരൊറ്റ വാക്കിനകത്ത് നിന്ന് പൊട്ടി മാറുന്നതാണ്. അതുകൊണ്ട് 2-3 തവണ നിങ്ങളെ നോക്കി നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയണം, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. രണ്ടാമതായി നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞാൻ ദൈവത്താൽ കരുതപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന പണവും, നിങ്ങൾ കഴിച്ച ആഹാരവും, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും, നിങ്ങൾക്ക് ഇന്നേ നിമിഷം വരെ ലഭ്യമായതെല്ലാം എന്റെ ദൈവം എന്നെ കരുതിയതാണെന്ന ബോധമുള്ള എത്ര പേരുണ്ട്? 100% നിങ്ങൾ ദൈവത്താൽ കരുതപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ദൈവത്താൽ കരുതപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ള ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ സഹജീവികളെ, സഹപ്രവർത്തകരെ, ആവശ്യത്തിലിരിക്കുന്നവരെ കരുതാൻ പറ്റത്തുള്ളൂ. മൂന്നാമതായി, ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. പത്രോസ് പറയുന്നുണ്ട്, ഏത് ജാതിയിലും തന്നെ ഭയപ്പെട്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ അവൻ വാസ്തവമായി അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പോൾ ഐ ആം അക്സെപ്റ്റഡ് ബൈ മൈ ലോർഡ് ജീസസ്. ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടയാളാണ്. എന്റെ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തു. പറഞ്ഞ്, എന്റെ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തു. നിങ്ങളെ പലരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലെന്നാണ് എന്റെ ഉത്തരം. നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് എന്റെ ഉത്തരം. നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇല്ലെന്നാണ് എന്റെ ഉത്തരം. എന്നാൽ അവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ അംഗീകരിച്ച ഒരു ദൈവമുണ്ട്, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തൊരു ദൈവമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അകത്തൊരു ബലമായി നിൽക്കണം. അതുകൊണ്ടാണ് യെശയ്യാ 54:17 പറയുന്നത്, നീതിയാൽ ഞാൻ സ്ഥിരമായി നിൽക്കും, പീഡനത്തോട് ഞാൻ അകന്നിരിക്കും, ഭീഷണികളോട് അകന്നിരിക്കും, എനിക്ക് ഭയപ്പെടാൻ ഏതുമില്ലല്ലോ. ആയുധങ്ങൾ തീർക്കുവാൻ കൊല്ലനെയും നശിപ്പിക്കുവാൻ സംഹാരകനെ നിയമിച്ചിരിക്കുന്നു. എങ്കിലും എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഈ 2026 നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, സഭയ്ക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും എനിക്ക്. ഈ ഒരു ഭയങ്കര ബോധ്യം. ഇപ്പൊ ഒരാൾ നിങ്ങളെ നോക്കി ചിരിക്കേണ്ട ഒരാൾ നിങ്ങളെ നോക്കി ചിരിച്ചില്ല, അടുത്തിരിക്കുന്നവൾ പറഞ്ഞേ, പിണങ്ങരുത്. നിങ്ങളെ ചിരിക്കേണ്ട ഒരാൾ നിങ്ങളെ നോക്കി ചിരിച്ചില്ല, പിണങ്ങരുത്. നിങ്ങളെ സ്നേഹിക്കേണ്ട ഒരാൾ നിങ്ങളെ സ്നേഹിച്ചില്ല, പിണങ്ങരുത്. നിങ്ങളെ കരുതേണ്ട ഒരാൾ നിങ്ങളെ കരുതിയില്ല, നിങ്ങൾ അവരോട് വൈരാഗ്യം കാണിക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ബോധ്യം ഉണ്ടാകണം. എന്നെ അക്സെപ്റ്റ് ചെയ്തത് ഇവിടുത്തെ ഒരു മന്ത്രിയല്ല, എന്നെ അക്സെപ്റ്റ് ചെയ്തത് ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, എന്നെ അക്സെപ്റ്റ് ചെയ്തത് മൂക്കിന് കീഴെ ശ്വാസമുള്ള ഒരു മനുഷ്യനല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ, അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ചവനായ ദൈവം എന്നെ അംഗീകരിച്ച ആളാണ്. I am accepted, I am not rejected. Hallelujah. ഞാൻ അംഗീകരിക്കപ്പെട്ടവനാണ്, ഞാൻ തിരസ്കരിക്കപ്പെട്ടവനല്ല. എപ്പോഴും ഇതിനകത്ത് ആ ഒരു റിജക്ഷന്റെ പെയിനുമായി നടക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അത് വേണ്ട, എടുത്തു കളയണം. പരിശുദ്ധാത്മാ പറയുന്ന മക്കളെ എടുത്തു കളയണം. കുറ്റബോധത്തിൽ നടക്കുന്നവരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, പാപങ്ങൾ, അകൃത്യങ്ങൾ, വന്നുപോയ വീഴ്ചകൾ, ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ, ഇതിപ്പോഴും ഒരു ടിവിയിൽ എന്നതുപോലെ പിശാച് നിങ്ങളെ കാണിച്ച് നിങ്ങളുടെ ഹൃദയ മനസാക്ഷിയെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ബോധ്യം വേണം, എന്റെ യേശുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ച് അവനിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അതാണ് റോമർ 5:1 എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടതിനാൽ നമുക്ക് യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകത, എല്ലാവരും കേൾക്കുന്നുണ്ടോ? തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകത, അവരെല്ലാവരെയും സ്നേഹിക്കുന്നവരായിരുന്നു. അതിന്റെ കാരണം പൗലോസ് അവരോട് തന്നെ പറയുന്നുണ്ട്, ദൈവത്താൽ
ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായിരുന്നു. അവരെല്ലാവരെയും കരുതുന്നവരായിരുന്നു. അവരുടെ കഷ്ടതയിലും കഠിന ദാരിദ്ര്യത്തിലും അവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ബഹുനിശ്ചയത്തോടെ ദൈവവചനം കൈക്കൊണ്ട് കർത്താവിന്റെ അനുകാരികളായി മാറിയവരായിരുന്നു. അതിന്റെ കാരണം ബാഹ്യമായി സംഭവിക്കുന്ന യാതൊരു സംഭവങ്ങളും, അവരുടെ ഇടയിൽ ബാഹ്യമായി ഉണ്ടാകുന്ന യാതൊരു പ്രതിസന്ധികളും അവരുടെ അകത്ത മനുഷ്യനെ പൊല്യൂട്ടഡാക്കിയില്ല. അവരുടെ അകത്ത മനുഷ്യനെ അഴുക്ക് പിടിപ്പിച്ചില്ല. ബഹു കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും ഇന്ന് ഈ ആരാധന മധ്യയിലും ഇരിക്കുന്നവർ എല്ലാം ഓക്കെ ആണോ? എല്ലാം ഓക്കെ ആണോ? അല്ലല്ലോ. ഞാൻ ചോദിക്കുന്നു, എല്ലാം ഓക്കെ ആണോ? അല്ലല്ലോ. എല്ലാം ഓക്കെ ആണോ? ജീവിതത്തിൽ എല്ലാം ഓക്കെ ആണോ? അല്ലല്ലോ. പല പ്രശ്നങ്ങൾ എനിക്കും നിങ്ങൾക്കും ഇല്ലേ? പക്ഷെ ഈ ബഹു കഷ്ടങ്ങളുടെ നടുവിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നതിന്റെ കാരണം എന്റെ അകമയുള്ള മനുഷ്യന്റെ ബലമാണ്, കരുത്താണ്. ഇത് ദൈവത്തോടുള്ള ഒരു ബന്ധമാണ്. ഇത് ദൈവത്തോടുള്ള ഒരു സ്നേഹമാണ്. അപ്പോൾ തെസ്സലോനിക്ക സഭ, എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. നിങ്ങളുടെ ജീവിതം വിജയകരമാകാൻ ഒന്ന്, നിങ്ങളുടെ അകത്തൊരു ദൈവ സ്നേഹം ഉണ്ടാകണം. രണ്ട്, കരുതുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. മൂന്ന്, ഞാൻ ദൈവത്താൽ അക്സെപ്റ്റഡ് ആണ്. എന്റെ ദൈവത്തിന് എന്നോട് സ്നേഹമാണ്. എന്നെ അവൻ കൈവിട്ടിട്ടില്ല. തള്ളിപ്പറഞ്ഞ പത്രോസിനെയും കനലിൽ ചുട്ട അപ്പവും മീനുമായി തിബരിയാസിന്റെ കടൽക്കരയിൽ കാത്തിരുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നതെന്ന ഒരു ഫെയ്ത്ത് ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളെ വ്യവസ്ഥകൾ കൂടാതെയാണ് ദൈവം സ്നേഹിച്ചത് എന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ സ്നേഹം ആക്സസബിൾ ആണ്. പറഞ്ഞ കർത്താവിന്റെ സ്നേഹം ആക്സസബിൾ ആണ്. എന്ത് ആക്സസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുന്നത്? ഏത് സമയത്തും എപ്പോഴും ചെല്ലാൻ പറ്റുന്ന, അല്ലെങ്കിൽ എപ്പോഴും അതുണ്ട്, അത് എപ്പോഴും കിട്ടുന്നതാണ്. അത് ഏത് പാതിരാത്രിക്കും ഞാൻ പറയാം, രാത്രിയിലൊക്കെ പലരും ഉറങ്ങുന്ന സമയത്ത്, കൂർഖം വലിച്ചുറങ്ങുന്ന സമയത്ത് ഇതിനകത്ത് ദൈവത്തിന്റെ സ്നേഹം രാത്രികളിൽ പ്രാർത്ഥനകളിൽ അനുഭവിച്ച് എത്രയോ ആളുകൾ പ്രഭാതങ്ങളിൽ നട്ടുച്ച നേരത്ത് കഷ്ടതയുടെ നടുവിൽ ആശുപത്രിയിൽ ഇരുന്നപ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ, ബസ്സിനകത്തിരുന്നപ്പോൾ, വണ്ടി ഓടിച്ചു പോയപ്പോൾ, എവിടെയല്ല, ഇത് ഭയങ്കര ആക്സസിബിൾ ആണ്. ഇത് അവൈലബിൾ ആണ്. പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം അവൈലബിൾ ആണ്. ഹല്ലേലൂയ. ചില കമ്പനിക്കാർ പറയുന്നത് പോലെ സ്റ്റോക്ക് പരിമിതമാണ് എന്നുള്ളതല്ല. സ്റ്റോക്ക് പരിമിതമല്ല, ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു കടലാണ്, ഇത് അവൈലബിൾ ആണ്. അടുത്തിരിക്കുന്ന ആളിനെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചേച്ച് പറഞ്ഞ്, ദൈവത്തിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ. അപ്പുറത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞാട്ടെ, നീ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞാട്ടെ. You are accepted by Lord. You are accepted. നിങ്ങളുടെ പേര് എഴുതേണ്ടടുത്ത് നിങ്ങളുടെ പേര് എഴുതിയില്ല. കൈ കൊടുത്ത് പറഞ്ഞേ, പിണങ്ങല്ലേ മുത്തേ. പറഞ്ഞേ, നിങ്ങളുടെ പേര് എഴുതേണ്ടടുത്ത് നിങ്ങളുടെ പേര് എഴുതിയില്ല. പിണങ്ങല്ലേ മുത്തേ. കാരണം ഈ ഭൂമിയിൽ എങ്ങും എഴുതാത്തെടുത്ത് നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആരും കരുതാത്തതുപോലെ എന്റെ ദൈവം നിന്നെ കരുതിച്ചു. ആരും സ്നേഹിക്കാത്തതുപോലെ എന്റെ ദൈവം നിന്നെ സ്നേഹിച്ചു. ആരും അംഗീകരിക്കാത്തതുപോലെ എന്റെ ദൈവം നിന്നെ അംഗീകരിച്ചു. താങ്ക് യു ലോർഡ് ജീസസ്. നിത്യസ്നേഹം കൊണ്ടവൻ എന്നെ സ്നേഹിച്ചിരിക്കുക. വിജയിക്കാൻ രണ്ടാമത്തെ വഴി എടുക്കാൻ റെഡിയാണോ? ക്ഷമിക്കുന്ന മനോഭാവം. ആമേൻ. forgiveness. പറഞ്ഞേ, forgiveness. ഞാൻ ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു. ക്ഷമിക്കുന്ന മനോഭാവം നമുക്കുണ്ടെങ്കിൽ നാം പെട്ടെന്ന് അനുഗ്രഹിക്കപ്പെടും. ഈ ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പെട്ടെന്ന് അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് ക്ഷമിക്കണം. ഇത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
ഇന്നത്തെ മെസ്സേജിന്റെ പ്രധാന ഭാഗത്തിലേക്ക് കയറുകയാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 21 മുതൽ 22 വരെയുള്ള വാക്യം, 21, 22 വാക്യം. പാസ്റ്റർ ജിജി പാസ് ഒന്ന് വായിച്ചേ മോനെ അത്. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആരും ചോദിക്കാത്ത ഒരു ചോദ്യം, ആരും ഉന്നയിക്കാത്ത ഒരു ചോദ്യം പത്രോസ് മാത്രം ചോദിക്കുകയാണ്. കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? യേശുവനോട് 7 വട്ടം അല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇതിനകത്ത് പത്രോസിന്റെ ആ സിൻസിയറിറ്റിയെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഈ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ വാശിയും വൈരാഗ്യവും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആള് പത്രോസാണ്. ഞാൻ യേശുവിന്റെ ശിഷ്യന്മാരുടെ ഒരു സ്വഭാവം മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയതിൽ ഭയങ്കര വാശിയും ഇച്ചിരയൊക്കെ വൈരാഗ്യമുള്ള ഉപദേശി, പാസ്റ്റർ, അപ്പോസ്തോലൻ പത്രോസാണ്. കാരണം ശമര്യരെ കണ്ട സമയത്ത്, ശമര്യരും യഹൂദരുമായി സമ്പർക്കമില്ല, ശമര്യരെ കണ്ട സമയത്ത് പുള്ളി പറഞ്ഞു, കർത്താവേ, ശമര്യരാണാ വരുന്നത്, ഏലിയാവ് ആകാശത്തുനിന്ന് പ്രാർത്ഥിച്ച് തീയിറക്കി യാഗപീഠം ദഹിപ്പിച്ചതുപോലെ നമുക്കങ്ങോട്ട് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇവന്മാരെ എല്ലാം അങ്ങ് കത്തിച്ചു കളഞ്ഞാലോ? ഓ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കണ്ട, വേണ്ടാത്തതൊക്കെ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വേറൊരുത്തൻ നശിക്കാനാകരുത്. നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടാനായിരിക്കും. ഹല്ലേലൂയ. മറ്റൊരാൾ നശിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സ്വന്തമായിട്ട് വിഷം കുടിച്ചിട്ട് അവൻ ചാകാൻ നോക്കി നിൽക്കുന്നോലിരിക്കും. മനസ്സിലായില്ലല്ലേ? സ്വന്തമായിട്ട് വിഷം കുടിച്ചിട്ട് അവൻ ചാകാൻ നോക്കി നിൽക്കുന്നോലിരിക്കും. അതിനകത്തെല്ലാം ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരുത്തൻ നശിക്കാൻ, തകരാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകരുത്. ചില സമയങ്ങളിലൊക്കെ ദൈവിക നിയോഗങ്ങളിൽ, ദൈവിക ഇടപെടലുകൾ നിമിത്തം, മനസ്സിന്റെ വേദന നിമിത്തം, ഹൃദയത്തിലെ നൊമ്പരങ്ങൾ നിമിത്തം നമ്മൾ ചിലതൊക്കെ ദൈവസന്നിധിയിൽ പറയും. പക്ഷെ അതും പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. നമുക്ക് ഇതിനകത്തൊന്നും നമുക്കൊരു റോളും ഇല്ല. ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരാൾ നശിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് വരെ നന്നാകാത്ത പോലെ പുള്ളി നന്നാവും. മനസ്സിലായില്ലല്ലേ? നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്താ പുള്ളി നന്നാകുന്നേ? സ്തോത്രം. കർത്താവേ, ഇവന്റെ വഴികളെല്ലാം മുടങ്ങണേ, ഇവനിന്റെ യാത്രയുണ്ടാകല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇതുവരെ അവൻ അമേരിക്കൻ വിസ കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൂടെ അവൻ അടിക്കും. അടുത്തിരിക്കുന്നവള് പറഞ്ഞ്, നീ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാനിരിക്കുന്നവനല്ല ദൈവം. പറഞ്ഞേ, നീ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാനിരിക്കുന്നവനല്ല ദൈവം. കൈ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചേക്കാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പത്രോസ് ഇത് ചോദിക്കാനുള്ള കാരണം, പത്രോസ് അങ്ങനെ ഒരാളാണ്. പുള്ളിക്ക് ഇച്ചിരി ദേഷ്യവും ഇച്ചിരി വൈരാഗ്യവും. ഗത്സമന തോട്ടത്തിൽ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയപ്പോഴും വാളെടുത്ത് വെച്ച് ഓഫീസറെ, പട്ടാളക്കാരനെ വെട്ടിയതാരാ? പുള്ളിയുടെ നേച്ചർ അതാ. ഹല്ലേലൂയ. ആദ്യം തള്ളി പറഞ്ഞ് ആണയിട്ട് പ്രാഗിയതാരാ? ഷോർട്ട് ടെമ്പേർഡാ പുള്ളി. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവിടെന്ന് തൊട്ടേ, ഇവിടെ മൂക്കിന്റെ അറ്റത്താ ശുണ്ടി.
ദേഷ്യം മൂക്കിന്റെ അറ്റത്താണ് ദേഷ്യം, അല്ലേ? അങ്ങനെയുള്ളവരുണ്ടോ? ഈ കൈപൊക്കല്ലേ, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഞാൻ കൈപൊക്കാൻ പറഞ്ഞില്ല, കൈപൊക്കാൻ പറഞ്ഞില്ല ഞാൻ. പെട്ടെന്ന് അവൻ കൈപൊക്കി, ഒരാൾ എണ്ണീറ്റ് നിന്നു. ഹല്ലേലൂയ. ചേർന്നൊരാമയും പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അങ്ങനെ ഒരാളായിരുന്നു, സത്യമായിട്ടുമായിരുന്നു. പുള്ളിയുടെ ആ നേച്ചർ കാണുമ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു അപ്പോസ്തലനായിരുന്നു. പക്ഷേ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരുന്നു പീറ്റർ. സ്തോത്രം ചെയ്യാവോ? പിന്നെ ഇച്ചിരെയൊക്കെ ദേഷ്യമുള്ളവരൊക്കെ നല്ല ആളുകളാന്നാ ശാസ്ത്രം പറയുന്നത്, ബൈബിള് പറയുന്നില്ലേലും. സ്തോത്രം. ഈ പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, പുള്ളിക്കൊരു കൗൺസിലിംഗ് വേണം. അതുകൊണ്ടാ, എന്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് എത്ര തവണ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? അപ്പൊ കർത്താവ് പറഞ്ഞു 70 വട്ടം. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? 490 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണോ? 7 × 70. 7 × 70 എത്ര? ആരും മൊബൈലും കാൽക്കുലേറ്ററും എടുക്കണ്ട. 490. 490 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. 70 തവണ ക്ഷമിക്കണമെന്നാണോ അതിന്റെ അർത്ഥം? അതുമല്ല. യേശു കർത്താവ് അവനോട് പറഞ്ഞത് ക്ഷമിക്കുന്ന ഒരു മനോഭാവം നിനക്കുണ്ടാകണമെന്നാണ്. ഇത് പറഞ്ഞിട്ട് ഉടനെ തന്നെ യേശു ഒരു ഉപമ പറഞ്ഞു. ഉടൻ തന്നെ ഒരു ഉപമ പറഞ്ഞു. 23 മുതലുള്ള വാക്യം വായിച്ച പാസ്റ്ററെ. 23 മുതൽ, അതേ അധ്യായം, സെയിം ചാപ്റ്റർ വേർഡ് 23 ഓൺവേർഡ്സ്. പെട്ടെന്ന് വായിച്ചേ. 23 മുതൽ വാക്യം. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി, മത്തായി സുവിശേഷം 18 അധ്യായം 23 വാക്യം. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തിനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് കഴുത്തേക്ക് പിടിച്ചു, ഞെക്കി നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയത് പോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഒന്നും മനസ്സിലായില്ലല്ലോ അല്ലെ? പെട്ടെന്ന് ഒരു ചെറിയ ഒരു ഉദാഹരണത്തിൽ ഇതങ്ങ് പറയാം. ഇതുപോലെ പറഞ്ഞാൽ പിന്നെയും പറഞ്ഞാൽ സമയമെടുക്കും. മനസ്സിലാകാൻ വേണ്ടി ഒരു ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉപമ ഇടുക ഇതുമായിട്ടുള്ള ബന്ധത്തിൽ. 2 പേര് ഇനി വരാമോ? ഡോക്ടർ കരുൺ ഒന്ന് വരാമോ? സിജോ പാസ് കൂടെ ഇനി പോരും. ഓക്കെ, പെട്ടെന്ന് വാ. എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കേട്ടോണം. ഇതിപ്പോ പഠിച്ചില്ലെങ്കിൽ, ഈ ഉദാഹരണത്തിൽ പഠിച്ചില്ലെങ്കിൽ പിന്നെ പഠിക്കാൻ പാടാം. ഡോക്ടർ കരുണ് സിജോ പാസ്റ്റർ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ കടം മേടിച്ചു. 10 ലക്ഷം രൂപ കടം മേടിച്ചു. അതാണ് യേശു പറഞ്ഞ ഉപമ. എന്താന്ന് കേട്ടോണം. അപ്പൊ സിജോ പാസ്റ്ററിന് ഡോക്ടർ കരുൺ 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ സിജോ പാസ്റ്ററിനെ പിതാവായ ദൈവമായിട്ട് നിങ്ങൾ കാണണം. കേൾക്കുന്നോ? ഒരു ദിവസം ഈ ഡോക്ടർ കരുണ് ഈ കടം വാങ്ങിയ ആളിന്റെ അടുക്കൽ ചെന്നിട്ട് തന്റെ അവസ്ഥകൾ മുഴുവൻ വിവരിച്ചു. അപ്പൊ ഉടനെ ഈ യജമാനൻ, ഈ മനുഷ്യൻ
ഡോക്ടർ കരുണനോട് പറഞ്ഞു, ഡോക്ടറെ അല്ലെ കരുൺ സഹോദരന്റെ 10 ലക്ഷം രൂപ ഇനി എനിക്ക് തിരിച്ചു തരണ്ട, ഞാനത് ഇളച്ചു തന്നിരിക്കുക. നിങ്ങളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് 10 ലക്ഷം രൂപ എനിക്ക് 10 ലക്ഷം രൂപ ഒരു 10 ലക്ഷം രൂപ ഇനി ദൈവദാസൻ തരണ്ട എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞ് ഡോക്ടർ കരുണിന് സന്തോഷമായി. അയ്യോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്റെ 10 ലക്ഷം രൂപ യജമാനൻ ഇളച്ചു തന്നു, എന്നെ വെറുതെ വിട്ടു, എന്റെ കടം എഴുതിത്തള്ളി. തിരിച്ചു വരുമ്പോ ഞാൻ ഡോക്ടർ കരുണിന് ഒരു 10,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടെ കിട്ടിയോ? ഇങ്ങോട്ട് വരുമ്പോ ഡോക്ടർ കരുണിന് ഞാന് ഒരു 10,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. പുള്ളി വന്ന് എന്റെ കൊങ്ങായിക്ക് കയറി പിടിച്ച് എന്നെ ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തിയേച്ചു. എന്റെ 10,000 മര്യാദയ്ക്ക് തന്നോണം, കാശ് തന്നോണം എന്ന് പറയുകയാണ്. ഉടനെ ഈ വിവരം ഈ മനുഷ്യൻ അറിഞ്ഞു. ഈ മനുഷ്യൻ ഇങ്ങാരോട് ചോദിക്കുകയാണ്, ഡാ, നിന്റെ 10 ലക്ഷം ഞാൻ ഇളച്ചു തന്നില്ലേ, നിനക്ക് അവനോട് ക്ഷമിച്ചുകൂടായോ? നിന്റെ 10 ലക്ഷം ഞാൻ ക്ഷമിച്ചു തന്നില്ലേ, നിനക്ക് ആ 10,000 തന്നവനോട് പുറത്തുകൂടായോ? മനസ്സിലായോ ക്ഷമയുടെ ആറ്റിറ്റ്യൂഡ് എന്നാന്ന്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. കരമടിച്ച് കർത്താവിന് നന്ദി പറയാമോ? പല സന്ദർഭങ്ങളിലും മോനെ താങ്ക് യു, പല സന്ദർഭങ്ങളിലും ഇങ്ങനെയാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ കർത്താവ് നമ്മുടെ കുറവുകളെ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ അകൃത്യങ്ങളെ നമ്മളോട് ക്ഷമിച്ച് നമ്മളെ സ്വീകരിച്ച് നമ്മളെ സ്വന്തമാക്കിയത് ഓർത്താൽ എന്തുകൊണ്ട് ആ അടുത്തിരിക്കുന്ന ആളിനോട്, ആ വ്യക്തിയോട് താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല? ശരിയല്ലേ? 10 ലക്ഷം ഇളച്ചു കിട്ടിയവനാണ് ഞാൻ. 10 ലക്ഷത്തിന്റെ കേസിൽ എന്നെ വെറുതെ വിട്ടതാണ്. എനിക്ക് 10,000 തരാനുള്ളവന്റെ കുത്തിന് ഞാൻ പിടിക്കുന്നത് ശരിയല്ല. ഇന്ന് ഈ പകൽ ഈ ആരാധന മധ്യയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കരുണയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ ദയയാണ്, എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഓരോരുത്തൻ തന്റെ സഹോദരനോട് ആ വാക്കിന് അടിവരയിടണം. അതാണ് ഞാൻ പറഞ്ഞത്, ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ. അപ്പോ സോറി ബ്രദർ എന്ന് പറയുന്നതിലല്ല കാര്യം. ഇപ്പൊ ഞാനും ആശിഷ് ബ്രദറും കൂടെ ഒരു കാര്യത്തിൽ വഴക്കുണ്ടാക്കി. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കത്തുമില്ല. സ്തോത്രം. ഞാനും ആശിഷ് ബ്രദറും കൂടെ ഒരു കാര്യത്തിൽ വഴക്കുണ്ടാക്കി. ഉടനെ എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് തിരുവത്താഴം എടുക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് തിരുവത്താഴം എടുക്കണം. അതുകൊണ്ട് ശനിയാഴ്ച രാത്രിയിൽ ഫോൺ എടുത്തേച്ച്, ആശിഷ് ബ്രദറാണോ? അപ്പൊ ഉടനെ ഇപ്പുറത്തുനിന്ന് സോറി. ആശിഷ് ഓക്കെ, അല്ല സോറി കേട്ടോ, ഞാൻ അങ്ങനെ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി, സോറി. ഓക്കെ, കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ. ഫോണും വെച്ചു. എന്റെ ചോദ്യം, ആ ഒരു ക്ഷമ കൊടുത്തത് ഹൃദയപൂർവ്വമാണോ? എനിക്ക് തിരുവത്താഴം എടുക്കാനും എനിക്ക് നാളെ ചർച്ചിന്റെ സ്റ്റേജിൽ നിൽക്കാനും സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാ പറയുന്നത്. അത്രയേലും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അത്രയേലും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്, ബഹുമാനമുണ്ട്. അതും ചെയ്യാത്തവരുണ്ട്. ചേർന്ന് ആമേൻ പറയാമോ? പക്ഷെ അത് ഹൃദയപൂർവ്വമാണോ? കാരണം ഇവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മൈൻഡ് സെറ്റ് ദൈവം ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത വാക്ക് ഇച്ചിരി അപകടം പിടിച്ച വാക്കാണ്. അയ്യോ, സ്വർഗസ്ഥനായ എന്റെ പിതാവും
അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യുമെന്ന്. വേണ്ട വേണ്ട, അത് പറ്റൂല. ഒരു കാരണം അത് പറ്റൂലെന്ന് പറയുന്നവരെന്ന് കൈ ഉയർത്തി. ഒരു കാരണം വേണോ? അങ്ങനെ വേണോ? കൈ കാണുന്നില്ലല്ലോ. ഒരു കാരണവശാലും അത് പറ്റൂല. കാരണം മനുഷ്യൻ എന്നോട് ഇടഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ ദൈവം Oh, amen. Hallelujah. Amen. Yes. Yes, God. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, 2026 വിജയിക്കാൻ ദൈവത്തെ പിണക്കരുത്. കൈ കൊടുത്ത് പറഞ്ഞു. വിജയിക്കാൻ ദൈവത്തെ പിണക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവം പിണങ്ങുമെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ ആ വാക്ക് അങ്ങനെയാണ്. നിങ്ങളുടെ കടക്കാരോട് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പൊ അതിന്റെ റിവേഴ്സിൽ പോണം. റിവേഴ്സ് ഗിയറി വണ്ടി പോകത്തില്ലേ? റിവേഴ്സ് തിരിഞ്ഞു കയറി പോണം. അപ്പൊ ഹൃദയപൂർവ്വം ഞാൻ ചിലരോട് ക്ഷമിച്ചാൽ എന്റെയും ചില കടങ്ങളും ദോഷങ്ങളും ദൈവം എഴുതിയിട്ടാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്റെ ജീവിതത്തിൽ അതാണ് മത്തായി 6:12 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ക്ഷമിക്കണമേ. ചെറുനാമീം പറയാ. അപ്പൊ എങ്ങനെ ക്ഷമിക്കണ്ടേ? അതിന്റെ തത്വം എന്നാ? പക്ഷെ മർക്കോസ് 11:25 എടുത്തേ. അതൊരു പ്രധാന വാക്കാണ് കേട്ടോ. മർക്കോസ് 11:25 എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. പ്രാർത്ഥനയ്ക്ക് വന്നവരുടെ കൈയൊന്നും വരുന്നില്ല, എനിക്കറിയാം. കൈയൊന്ന് ഉയർത്തി പിടിച്ചേ. പ്രാർത്ഥനയ്ക്ക് വന്നവര് ചിലതൊന്നും കാണാൻ പോയ കുനിഞ്ഞു കിടക്കുവാൻ തോന്നുന്നു. ഒന്ന് നിവർന്ന് നിന്ന് കൈ ഉയർത്തി കാണിച്ച് പ്രാർത്ഥിക്കാൻ വന്നവര്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവീൻ. അപ്പൊ ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തേലും ഉണ്ടെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ആരെക്കുറിച്ചേലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് യാഗപീഠത്തിലേക്ക് യാഗവസ്തു കൊണ്ടുവരുന്നതിന് മുൻപ് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. വലിയ പാടുള്ള ഒരു കാര്യമാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്, ചെറിയ കാര്യമല്ല. കാരണം എപ്പോഴും അക്ഷമ ഉണ്ടാകുന്നിടത്ത് ഒരു വേദനയുണ്ട്. നിങ്ങൾ ചിലരോട് ക്ഷമിക്കാത്തതിന്റെ കാരണം എന്നാന്ന് ഞാൻ പറയാം. അതുപോലെ നിങ്ങൾക്ക് അവര് വേദന തന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ അവര് മുറിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളെ എവിടേക്കോ അവർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെയിൻ, ആ ഒരു വേദന നിങ്ങളുടെ അകത്ത് ആ ഒരു മുറിവ് കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അവിടെ നിന്നും നിങ്ങൾക്ക് അക്ഷമ പുറപ്പെടാൻ കഴിയാത്തത്. അപ്പൊ ഇതിനൊരു പരിഹാരമുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഇതിനൊരു പരിഹാരമുണ്ട്, ഇതിനൊരു സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനോഭാവത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഒരു വേദന ഒരു മനുഷ്യൻ ഹൃദയത്തിൽ തന്നാൽ, ഒരു മുറിവ് ഒരാൾ തന്നാൽ, ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പെയിൻ തന്നാൽ, ആ സെക്കൻഡിൽ, ആ നിമിഷം തന്നെ കയ്പിന്റെ വേരുകൾ അവിടെ ഇറങ്ങാതെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്കോ നിങ്ങളുടെ ബെഡ്റൂമിലേക്കോ നിങ്ങൾ ഓടിച്ചെന്നിട്ട് ദൈവസന്നിധിയിൽ നിന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ആ മനുഷ്യൻ എനിക്ക് തന്ന വേദന ഞാൻ നിന്റെ കയ്യിലേക്ക് തരുന്നു. എൻ്റെ ആത്മാവിലുള്ള ആത്മാവിന്റെ ഫലമായ ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ ആത്മാവിലുള്ള ആത്മാവിന്റെ ഫലമായ ദീർഘക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ആ വ്യക്തി തന്ന വേദന ഞാൻ നിനക്ക് നൽകുന്നു. Praise the Lord. പറഞ്ഞു, ഇതൊരു ആറ്റിറ്റ്യൂഡാന്ന് പറഞ്ഞു. ഒരു ആറ്റിറ്റ്യൂഡ്. ജീസസ്. വലിയ പാടുപെടുന്നുണ്ട്, വലിയ പാടാ.
പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അനുഗ്രഹിക്കപ്പെടണം. Amen. നമുക്ക് നിത്യതയിൽ നമ്മൾ കാണണം. Amen. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ ജീവിതം ഡാമേജ്ഡ് ആകാതിരിക്കാൻ നിങ്ങളുടെ അകത്ത് വ്യക്തികൾ തന്ന വേദന, മുറിവുകൾ, ബുദ്ധിമുട്ടുകൾ ഒരു കാരണവശാലും അതിനെ കയ്പിന്റെ വേര് മുളച്ച് അത് നമ്മളെ സത്യം പറഞ്ഞ ആ വ്യക്തിയല്ല അത് ഡാമേജ് ആക്കുന്നത്, നിങ്ങളെ ഡാമേജ് ആക്കും. അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ആളാണ്. പറഞ്ഞേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ആളാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. Hallelujah. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. നോക്കിയേ, ഈ forgive എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ forgiveness എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ട്. forgiveness, the freedom to let go എന്ന് പറഞ്ഞാൽ വിട്ടയക്കുന്ന മനോഭാവം. പറഞ്ഞേ, വിട്ടയക്കുന്ന മനോഭാവം. യോഹന്നാൻ 8:10-11 വാക്യങ്ങൾ. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരെവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. അടുത്ത വാക്ക്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക പോക, ഇനി പാപം ചെയ്യരുത്. ലെറ്റ്സ് ഗോ. നിന്റെ അകൃത്യത്തെ, നിന്റെ കുറവിനെ ഞാൻ ഓർത്തിരിക്കുന്നില്ല, നിന്റെ പാപത്തെ ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല, നീ പൊയ്ക്കോ. വിടുകയാണ്, അവളെ വിടുകയാണ്. എല്ലാരും എന്നെ ഒന്ന് തലപൊക്കി നോക്കിയേ. നമ്മുടെ അകത്ത് ചില അക്ഷമ, ക്ഷമിക്കാത്ത മനോഭാവം, ക്ഷമിക്കാത്ത ഹൃദയം നമ്മൾ ഹോൾഡ് ചെയ്താൽ ഈ മുള്ളു ചുറ്റി വെച്ചിരിക്കുന്ന ഒരു കയറ് പിടിക്കുന്നത് പോലെയാണ്. അല്ലെ മൂർച്ചയുള്ള ഒരു ബ്ലേഡ്. പറഞ്ഞേ, മൂർച്ചയുള്ള ബ്ലേഡ്. ഒരു മൂർച്ചയുള്ള ബ്ലേഡ് മുറുകെ പിടിക്കുന്നത് പോലെയാണ് നമ്മുടെ അകത്തെ അക്ഷമ എന്ന് പറയുന്നത്. നമ്മൾ ഈ കയറെ മുറുക്കെ പിടിക്കും തോറും നമ്മുടെ കൈയാ മുറിയുന്നേ. എന്നാൽ ഇതങ്ങ് വിടണം. എത്ര പേർക്ക് അതൊന്ന് ആത്മാവിൽ മനസ്സിൽ നിന്ന് വിടണം? ഓ യെസ്. ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തികളെ ഹീൽ ചെയ്യുകയാണ്. ഇത് വിടുമ്പോൾ, വിട്ടയക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു ഫ്രീഡം ഉണ്ട്, ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പിശാച് ഇതിന്റെ പുറകിലുണ്ട്. ഞാൻ ഇന്നലെ പാസ്റ്റർ ജിജി മോഹനോട് ഒരു കാര്യം പറയുകയായിരുന്നു. സാത്താൻ പല കേസുകളുടെയും പുറകിൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ കാഷ്വലി ഒരാളോട് സംസാരിക്കുന്നത് പോലും, ഭാര്യയോട്, ഭർത്താവിനോട്, കൂട്ടുവേലക്കാരോട് പറയുന്നത് പോലും, ഇങ്ങേര്, ഈ സാത്താൻ, ഈ കള്ളൻ, ഈ വഞ്ചകൻ പുറകിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആ ഒരു കവറിങ്ങിനകത്തുനിന്ന് നമ്മുടെ വിഷമം കൊണ്ട്, നമ്മുടെ വാ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ വെയിറ്റ് ചെയ്യാണ് ഇവൻ പോയി അവനെ അറ്റാക്ക് ചെയ്യാൻ. You understand me? Yes. Hallelujah. ഞാൻ ഇങ്ങനെ ഒരു പ്രവചനം, ഒരു ദൂത് ഇതിനകത്ത് പറയുകയാണ്. പിശാച് നിന്റെ ജീവിതത്തിൽ പിടിമുറുക്കിയതെല്ലാം പൊട്ടിപ്പോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ ചിന്തയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ലൈഫിൽ നിന്നെ മുറിപ്പെടുത്താൻ, വേദനിപ്പിക്കാൻ പിടിമുറുക്കിയതെല്ലാം പൊട്ടിപ്പോകട്ടെ. അത് പൊട്ടിപ്പോകട്ടെ. In the name of Jesus. വാ തുറന്ന്, ഈ ഒരു ജിജി പാസ്റ്ററിന്റെ കയ്യിലാണല്ലോ മൈക്ക്. വാ തുറന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, ക്ഷമ വിട്ടയക്കലാണ്. പറഞ്ഞേ, ക്ഷമ വിട്ടയക്കലാണ്. നടപടി സ്വീകരിക്കലല്ല, വിട്ടയക്കലാണ്. Freely you have received, freely give. What is the meaning of forgiveness? Forgive. പറഞ്ഞേ, forgive. പറഞ്ഞേ, forgive. Giving എന്ന് പറഞ്ഞ എന്തുവാ? കൊടുക്കുക, ഗിവ് ചെയ്യുക. എന്തു അർത്ഥം? കൊടുക്കുക. Forgive, ക്ഷമ കൊടുക്കാനുള്ളതാണ്.
Hallelujah. കൊടുക്കുക. Yes. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ 2026 നിന്നും നീയും നിന്റെ തലമുറയും നിന്റെ ഭവനവും അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു ഗ്രേറ്റ് വിക്ടറി ഉണ്ടാകുവാൻ യേശുവിന്റെ നാമത്തിൽ forgive. Yes. Jesus. മത്തായി 10:8 യേശു പറയുന്ന ഒരു വാക്കുണ്ട്. മത്തായി 10:8 രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു. സൗജന്യമായി. ഓക്കെ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു. അത് ഹീലിംഗ് മാത്രമല്ല, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് മാത്രമല്ല. അങ്ങനെ ഒരു കോണ്ടസ്റ്റിൽ അല്ല അത് എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കൃപാവരങ്ങൾ ഞാൻ തന്നു, അത് സൗജന്യമായി തന്നതാ, അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ നിന്നും കാശ് മേടിക്കരുത്, സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുക്കണം എന്ന കോണ്ടസ്റ്റിൽ മാത്രമല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ സൗജന്യമായി കിട്ടിയോ അതെല്ലാം നിങ്ങൾ സൗജന്യമായി കൊടുക്കണം. അതിനകത്ത് എന്നോട് എന്റെ ദൈവം ക്ഷമിച്ചത് സൗജന്യമായിട്ടാണ്. ഓ ജീസസ്, എന്റെ ദൈവം പറഞ്ഞ എന്റെ യേശു എന്നോട് ക്ഷമിച്ചത് ഞാൻ നേർച്ചയിട്ടിട്ടല്ല, ഞാൻ വഴിപാട് നടത്തിയിട്ടല്ല, ഞാൻ പണം കൊടുത്തിട്ടല്ല. എന്റെ അകൃത്യങ്ങളെ തന്റെ പരിശുദ്ധ രക്തത്താൽ അവൻ എന്റെ പാപങ്ങളെ സൗജന്യമായി ക്ഷമിച്ചു. Freely you have received, freely give. സൗജന്യമായി കിട്ടിയതെല്ലാം സൗജന്യമായി കൊടുക്കണം കേട്ടോ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്, അത് ധരിച്ചുകൊണ്ട് അന്യോന്യം, കേട്ടെ, അന്യോന്യം പൊറുക്കുകയും. അടുത്ത വാക്ക് കൊള്ളാം കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടും. ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. അപ്പൊ അതിന് സാധ്യതയുണ്ട്. സാധ്യതയില്ലാത്ത കാര്യം പറയുകയില്ല. വഴക്കുണ്ടാകാൻ എന്തുണ്ട്? എന്നെ ഉണ്ട്, ഇവിടൊക്കെ ഉണ്ടോ? നിങ്ങൾ എന്നെ നോക്കുന്നില്ലല്ലോ ആരും. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലെന്നല്ല. പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാം ഒന്നും ഓക്കെ അല്ലെന്ന്. സ്തോത്രം. പിന്നെ കർത്താവ് അങ്ങ് ജയത്തോടെ നടത്തുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓൺ ദി സ്പോട്ട് അന്യോന്യം പൊറുക്കുകയും, അങ്ങനെ എന്തേലും ഒരു കശപിശ ഉണ്ടായാൽ തമ്മിൽ അങ്ങ് ക്ഷമിക്കുകയും വേണം. എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവ്വം. സ്തോത്രം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നിങ്ങളൊന്ന് നോക്കിയേ. കണ്ടോ? ആളെ കണ്ടോ? കണ്ടായിരുന്നോ? കർത്താവിന് ആ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആ സത്യം അറിയാവോ? അറിയാവോ അത്? നിങ്ങൾ എല്ലാരും എന്നെ ഒന്ന് നോക്കിയേ. ചിലർക്ക് എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല. പക്ഷെ എന്തോ പറഞ്ഞേ, ഇങ്ങനെ കാണിച്ചേ, എന്തോ ചെയ്യാനാ? കർത്താവിന് അങ്ങാരെ ഭയങ്കര ഇഷ്ടമാണ്. കർത്താവിന് ആ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ദൈവം ഇഷ്ടപ്പെടുന്ന ആളിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം. ഒരുത്തനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുക. 13-ാമത്തെ വാക്യം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പിടുത്തം. അതാണ് കർത്താവ് എങ്ങനെയാണോ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഒന്ന് ചിന്തിക്കാനല്ല പറഞ്ഞത്, കുറച്ചു നാൾ എടുക്കട്ടെ എന്നല്ല പറഞ്ഞത്, ചെയ്യാൻ.
അത് ചെയ്യാനാ പറയും. എല്ലാറ്റിനും മീതെ, ഇനി ഞാൻ പറയുന്ന ഓരോ വാക്കുകളും എഴുതുന്നവരും ബൈബിളെ നോട്ട് ചെയ്യുന്നവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, നന്ദിയുള്ളവരായും ഇരിപ്പീൻ. ഇതിനകത്ത് ക്ഷമ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യണം. ബന്ധം എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യണം. സ്നേഹം ധരിക്കുവീൻ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യണം. ക്രിസ്തുവിന്റെ സമാധാനം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. നന്ദിയുള്ളവരായിരിപ്പീൻ എന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇനി ഇതിനെ ഞാൻ കണക്ട് ചെയ്ത് പറയാൻ പോവാണ്. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ അകത്തുള്ള സ്നേഹം വെളിപ്പെടും. ക്ഷമയും സ്നേഹവും ഉള്ളിടത്ത് ബന്ധം ഉണ്ടാകും. ആ ബന്ധം വെളിപ്പെടുന്നിടത്ത് ക്രിസ്തുവിന്റെ സമാധാനം ഉണ്ടാകും. ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ തയ്യാറാകുന്നിടത്ത് നല്ല ബന്ധങ്ങൾ ഉണ്ടാകും. പല ബന്ധങ്ങളും കയ്യിന്ന് പോയത്, നല്ല പല ബന്ധങ്ങളും ബന്ധനമായത് നമുക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സില്ലാതെ പോയതുകൊണ്ടാണ്. ഞാൻ ഉൾപ്പെടെ അതിൽ മാനസാന്തരപ്പെടണം. എല്ലാവരും. പൗലോസ് അപ്പോസ്തലൻ പോലും സഭയ്ക്കിട്ട് വല്ലാതെ പണിഞ്ഞവരെ 2 വട്ടം ബുദ്ധി ഉപദേശിച്ച് 3-ാം പ്രാവശ്യം സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അല്ലേ? പൗലോസും ചെയ്തിട്ടുണ്ട്, കർത്താവും അത് പറഞ്ഞിട്ടുണ്ട്. കാരണം കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ കീറി മുറിക്കാൻ ആരെ അനുവദിച്ചിട്ടില്ല. ചേർന്നൊരാമീൻ പറയാവോ? അത് വേറൊരു സംവിധാനമാണ്. പക്ഷേ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് എല്ലാരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ 2026 നിങ്ങൾക്ക് വിജയമായിരിക്കും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇല്ലെങ്കിൽ എഫേസ്യർ 4:30-31-32, എഫേസ്യർ 4:30-31-32 ഒന്ന് പെട്ടെന്ന് വായിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങളുടെ അകത്ത് ആരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, എന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. 31-ാം വാക്യം. എല്ലാ കയ്പും, കണ്ടോ, എല്ലാ ടൈപ്പ് ഓഫ് കയ്പും, കോപവും ക്രോധവും, ഇങ്ങനെ കുറ്റാരോപണം നടത്തുന്ന സ്വഭാവവും ദൂഷണവും ദുർഗുണങ്ങളും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒഴിഞ്ഞു പോകട്ടെ. എല്ലാ കയ്പും ക്രോധവും കോപവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. കൈ അങ്ങോട്ട് തലയിലോട്ട് വെച്ച് പറഞ്ഞേ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞു. വിട്ടൊഴിഞ്ഞു പോട്ടെ. ഈ ചില സാധനങ്ങൾ ഞാൻ കൊണ്ട് നടക്കുന്നത് വിട്ടൊഴിഞ്ഞു പോകാതെ പാസ്റ്റർ ഒന്ന് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. പോട്ടത്. 32-ാമത്തെ വാക്യം. നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരായി ദൈവവചനം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. പിന്നെ ഈ വാക്ക് തന്നെ പറയുന്നേ, അന്യോന്യം ക്ഷമിക്കുവിൻ. 33-ാം വാക്യം. 32 വരെയുള്ള അല്ലേ? 32. ഞാൻ ഒരു വാക്യം കൂടെ ഉണ്ട്, അത് വായിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഒരു വാക്യം കൂടെ ഉണ്ട്. ലൂക്കോസ് 6:37. ലൂക്കോസ് 6:37 പെട്ടെന്ന് വായിച്ചു. വിധിക്കരുത്, എന്നാൽ നിങ്ങളെ വിധിക്കുകയില്ല. നമുക്കെല്ലാവർക്കും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടെന്നുള്ള ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്തി. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ ഞാൻ നിൽക്കേണ്ട ആളാ എന്ന ചിന്തയുള്ളവരെന്ന് കൈ ഉയർത്തി കാണിക്കാം. അവിടെ രക്ഷപ്പെട്ട് പോകണമെങ്കിൽ പ്രധാനമായൊരു കാര്യം പറയുന്നു, നിങ്ങൾ വിധിക്കുന്നവരാകരുത്, ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല. അടുത്ത വാക്ക് ഞാൻ കുറച്ചു മുമ്പ് ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പറഞ്ഞ വിടുവീൻ, എന്നാൽ നിങ്ങളെയും വിട്ടയക്കും. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾ ഫ്രീ ആവും. ഞാൻ വീണ്ടും ഒരു വാക്ക് ആവർത്തിക്കാൻ പോവുകയാണ്. ഈ വർഷത്തിൽ മുൻകഴിഞ്ഞ കുറേ വർഷങ്ങളായി
നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്ന ചില അക്ഷമകൾ, ചില കയ്പുകൾ, ചില ക്രോധങ്ങൾ, ചില കുറ്റാരോപണങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത ചില ഡീലുകൾ ഇന്ന് ഇവിടെ കർത്താവ് പൊളിച്ചു കളഞ്ഞു. ഒരു വലിയ ജയത്തിലേക്ക്, ഒരു വലിയ ജയത്തിലേക്ക്, ഒരു വലിയ ജയത്തിലേക്ക്. ഓ, കരങ്ങൾ അടിച്ച് കർത്താവിന്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ. താങ്ക് യു ലോർഡ് ജീസസ്. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കുകയാണ്. എഴുന്നേറ്റ് നിന്നു. പക്ഷേ എബ്രായർ 12:14 വാക്യം സ്റ്റേജേ വന്നൊന്ന് വായിക്കണം. എന്നെ ശ്രദ്ധിച്ചു കേട്ടോ, വായിച്ചോ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ. പറഞ്ഞ എല്ലാരോടും. എല്ലാരോടും തീരുമാനം എടുക്കുന്നവരൊക്കെ ഒന്ന് കാണിച്ചാട്ടെ. എന്നെ നോക്കിയേ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കാൻ ഉത്സാഹിപ്പിക്കും. കഴിവുള്ളിടത്തോളം. പറഞ്ഞ കഴിവുള്ളിടത്തോളം. എല്ലാരുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ പോകുന്നതാണ് നമുക്ക് നല്ലത്. നമ്മളെ ഇതും പിടിച്ചു വെച്ചോണ്ടിരുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. നമ്മുടെ കൈ മുറിയത്തേ ഉള്ളൂ. ജീസസ്. കഴിവതും എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുകയും. കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ക്ഷമിക്കാതെ, സ്നേഹിക്കാതെ, വിട്ടുകൊടുക്കാതെ ഇമ്മാനുവൽ KB പാസ്റ്ററും ആരനും ഷിജിൻ ബ്രദറും ഇനി ഇവരെല്ലാം സ്റ്റേജിൽ കിടന്ന് പാടി നിങ്ങൾ ഇനി ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും നിനക്ക് കർത്താവിനെ കാണാൻ പറ്റുകയില്ല. എന്നാൽ ക്ഷമിക്കേണ്ട വ്യക്തിയോട് ക്ഷമിച്ച്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ചാൽ ദേ നിന്റെ ശ്വാസത്തിന് തൊട്ട്. പക്ഷേ അടുത്ത വാക്യം 15-ാം വാക്യം ജിജി പാസ് വായിക്കുന്ന കേട്ടോ. 15-ാം വാക്യം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച്. നോക്കിയേ, ഈ വല്ല കയ്പുള്ള വേരും അകത്തും മുളച്ചേച്ച് കലക്കം ഉണ്ടാക്കി. ഈ കലക്കം ഉണ്ടാക്കിയവരെല്ലാം അകത്ത് എന്തൊക്കെയോ കയ്പ് വെച്ചുകൊണ്ട് നടന്നവരാ. പിടികിട്ടിയോ? അങ്ങനെ കലക്കം ഉണ്ടാക്കിയാൽ, ദൈവകൃപ വിട്ട് പിന്മാറിയാൽ, കയ്പിന്റെ വേര് മുളച്ചാൽ എന്ത് സംഭവിക്കും? അനേകർ അതിനാൽ മലിനപ്പെടുകയും. പറഞ്ഞേ, ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ലെന്ന് പറഞ്ഞേ. ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ല. മലിനപ്പെടുന്നതല്ലാതെ, തകർക്കുന്നതല്ലാതെ ഇതിനകത്ത് ആർക്കും ഒരു ബെനിഫിറ്റും ഇല്ല. സ്തോത്രം. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. 17-ാം വാക്യം, അവൻ പിന്നത്തെ, അതാ ഞാൻ പറഞ്ഞത്, ക്ഷമിക്കുന്നിടത്ത്, സ്നേഹിക്കുന്നിടത്ത്, വിട്ടുകളയുന്നിടത്ത് അനുഗ്രഹം ഉണ്ടാവുമെന്നും. ക്ഷമിക്കാത്തവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും അവൻ തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇടം കണ്ടില്ലെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. എല്ലാ കലക്കങ്ങളും പിശാച്, ഇതൊരു സത്യം കേട്ടോ, എന്റെ അനുഗ്രഹത്തെ കളയാൻ കള്ള പിശാച് കൊണ്ടുവരുന്ന എല്ലാ കലക്കങ്ങളും, എന്റെ നന്മയെ കളയാൻ, എന്റെ വിടുതലിനെ കളയാൻ, എന്റെ നന്മകളെ തടയാൻ കൊണ്ടുവരുന്ന സകലത്തെയും ഞാൻ ഡീൽ ചെയ്യുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, തീ കത്തുന്നതുമായ പർവ്വതത്തിൽ മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ ആരുടെ മുമ്പിലായി നിൽക്കുന്നേ? ഈ കലക്കോ ഉണ്ടാക്കി, കയ്പും വെച്ച്,
ക്ഷമിക്കാത്ത ഹൃദയവും വെച്ച് ആരുടെ മുമ്പിലാ നിങ്ങൾ നിൽക്കുന്നേ? ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചു. വേദന ദൈവത്തിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. എല്ലാ എവിടെങ്കിലും ഒക്കെ കലക്കാനും കശക്കാനും ഒക്കെ നിൽക്കുന്നതിനെ എല്ലാം ഒന്ന് ഡീൽ ചെയ്തേ. പ്രാർത്ഥന ഹൃദയപൂർവം പാട്ടുകാരൻ പാടില്ല, നിൻഹിതം പോലെ എന്നെ നടത്തണേ, ഞാൻ പോകേണ്ടുന്ന വഴി എന്നെ കാണിക്കണേ. ആ വരികൾ നമ്മളൊന്ന് പാടാൻ പോവാ. കർത്താവിന്റെ ദാസന്മാരോട് ചേർന്ന വരികൾ പാടാൻ പോവാ. എന്റെ ആരോഗ്യത്തിൽ ഓ ജീസസ് ജീസസ് ഓ പോകേണ്ട വഴി എന്നെ അത് കൂരിരുളായാലും താഴ്വരയായാലും പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നേ. യെസ് 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 ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നേ. ദൈവമേ അങ്ങേ ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു വചനമാ പാസ്റ്ററെ ലൂക്കോസ് 23:34 വാക്യം. ലോകം കണ്ടതിൽ സമസ്ത മതക്കാർക്കും സമസ്ത മനുഷ്യർക്കും എടുക്കാം. ലൂക്കോസ് 23:34. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ജീസസ്. ഈ കർത്താവിനെ ആരാധിക്കുന്ന സേവിക്കുന്ന എത്ര പേര് ഈ ആലയത്തിൽ നിൽപ്പുണ്ട്? താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങൾ ഫ്രീ ആകുക കേട്ടോ. ഒത്തിരി ആർത്രൈറ്റീസ് ഇതിൽ സൗഖ്യമാകുകയാണ്. ഒത്തിരി ജോയിന്റ്സ് പെയിനുകൾ ഹീലാകുകയാണ്. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്നത്തെ ഈ മീറ്റിംഗിൽ നിങ്ങൾ ഈ വചനത്തെ സ്വീകരിച്ചത് നിമിത്തം, ചിലത് ഏറ്റുപറഞ്ഞത് നിമിത്തം, ചില പ്രവർത്തികൾ ചെയ്യാൻ സ്റ്റെപ്പ് വെക്കുന്നത് നിമിത്തം നിങ്ങളുടെ ലൈഫിന്റെ മേളിൽ ഭയങ്കര ഒരു വിക്ടറി എല്ലാ മേഖലയിലും, ആരോഗ്യത്തിൽ, സാമ്പത്തികത്തിൽ, സമസ്ത മേഖലയിലും ഉണ്ടാകുകയാണ്. എന്റെ കൂടെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. എനിക്കറിയാം, ഇല്ലെന്ന് പറയരുത് മക്കളെ. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല. നമ്മുടെ എല്ലാ ഉള്ളത്തിലുണ്ട് ഈ സാധനം. എവിടേക്കോ അക്ഷമ കിടപ്പുണ്ട്, എവിടേക്കോ സ്നേഹിക്കാൻ പറ്റാത്ത പണി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കണം. നമ്മുടെ ജീവിതം ബ്ലെസ്ഡ് ആകണം. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണം. എന്റെ അക്ഷമയും ക്ഷമിക്കാത്ത എന്റെ മനോഭാവവും എന്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകരുത്. എന്റെ നന്മയ്ക്ക് അത് തടസ്സമാകരുത്. ഓ ഹല്ലേലൂയ. ആദ്യം നിങ്ങൾ ആ കൈകളെ ഉയർത്തി പേര് പറഞ്ഞ് സാഹചര്യം പറഞ്ഞ്, നിങ്ങൾക്കറിയാം നിങ്ങൾ എപ്പോഴാ ഹൃദയം മുറിഞ്ഞെന്ന് നിങ്ങൾക്കറിയാം. ആ സംഭവം എപ്പോഴാ നടന്നതെന്ന് നിങ്ങൾക്കറിയാം. ആ ഇൻസിഡന്റ് നിങ്ങളത് പറയണം. ഇപ്പം ദൈവാത്മാ പറയുകയാണ്, നിങ്ങൾ അത് ഇപ്പോൾ വളരെ ശാന്തമായി, ആരും കേൾക്കണ്ട, നിങ്ങളത് ദൈവത്തോട് ഇപ്പൊ പറയണം. നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറയണം. നിങ്ങൾ ആ വേദന ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കണം. ക്ഷമ ആ വ്യക്തിക്ക് കൊടുക്കണം. പറയണം, നിങ്ങളത് ദൈവസന്നിധിയിൽ പറയണം. ആ സാഹചര്യം പറയണം. എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ആ കാര്യം പറഞ്ഞു കർത്താവേ, എനിക്കതിൽ നല്ല വിഷമം ഉണ്ടായി കർത്താവേ, എനിക്കതിൽ നല്ല വേദന ഉണ്ടായി കർത്താവേ, എനിക്കതിൽ നല്ലൊരു പിണക്കം ഉണ്ടായി കർത്താവേ. പക്ഷെ ഞാനതിപ്പോൾ വിട്ടുകളയുകയാണ്. ഞാനിപ്പോൾ അത് നിന്റെ കയ്യിലേക്ക് തരികയാണ്. ഞാനിപ്പോൾ ആ ക്ഷമ വ്യക്തി കൊടുക്കും. നിന്റെ സഹോദരങ്ങളോട്, നിന്റെ മാതാപിതാക്കളോട്, നിന്റെ മക്കളോട്, നിന്റെ കൂട്ടുകാരോട്, നിന്റെ ഭർത്താവിനോട്, നിന്റെ ഭാര്യയോട് freely you receive, freely give.
പ്രാർത്ഥിച്ചോ? മകളെ പ്രാർത്ഥിച്ചോ? സഹോദരങ്ങളെ പ്രാർത്ഥിച്ചോ? മോളെ പ്രാർത്ഥിച്ചോ? പറഞ്ഞോ? കർത്താവിനോട് പറഞ്ഞോ? ആ ഫയൽ കൊടുത്തോ? മക്കളെ ആ ഫയൽ അങ്ങ് കൊടുത്തോ? കൊടുത്തെങ്കിൽ ഇനി അത് പിശാചിന് എടുക്കാൻ കഴിയത്തില്ല. കൊടുത്തോ? 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 നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സഹോദരന്മാർ തമ്മിൽ സഹോദരിമാർ തമ്മിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളിനെ ഒന്ന് ചേർത്ത് പിടിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് ബ്ലസ് ചെയ്തേ, ഒന്ന് കവർ ചെയ്തേ, ഒന്ന് തോളത്ത് കൈ തൊട്ട്. ഒരാളെ മാത്രമല്ല, 2-3 പേരെ ഒന്ന് ഇറങ്ങി ഇതിനകത്തുനിന്ന് ഇറങ്ങി നടക്കണം. ഒന്ന് ഇറങ്ങി നടക്കണം, ഒന്ന് നടന്ന് ഒന്ന് ബ്ലസ് ചെയ്യണം, ഒന്ന് ബ്ലസ് ചെയ്യണം. ഹാലേ